ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുമായിട്ടാണ്. നമ്മൾ ഇന്ന് ട്രിപ്പ് പോകുന്നു. നമുക്ക് എല്ലാ വഴിയും അറിയാം. നമ്മൾ ആൾക്കാരുടെ ഇൻട്രസ്റ്റോടെ കാത്തിരിക്കും. നമുക്ക് അവരെ പിക്ക് ചെയ്യാം. നിൽക്കുകയാണ് ഗൈസ്. ഇന്ന് രാത്രിയാണ് നമ്മളിന്ന് എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന അറയ്ക്കലെന്നും പറഞ്ഞ വണ്ടിയാണ്. ഇനി അങ്ങോട്ടും ഈ വണ്ടിയായിരിക്കും. ഇനി പുതിയ വണ്ടിയൊക്കെ വരുന്നെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്നതാണ്. ഇതിൻ്റെ ലൈറ്റ് വർക്ക് എല്ലാം കാണിച്ചു തരാം. ഇതൊന്നുമല്ല ഇതിൻ്റെ ലൈറ്റ് വർക്ക്. ഇതാണ് ഗൈസ്, മാസല്ലേ. അപ്പോൾ ഈ വൈപ്പർ മൂവ് ചെയ്യുന്നത് അല്ലാതെ മൂവ് ചെയ്യാത്ത ഇടണമെങ്കിൽ നമ്മൾ ഈ മുകളിലത്ത് 2 നിൽക്കാൻ മതി. നമ്മൾ വണ്ടി വൈപ്പർ മാറും. മൂവ് ചെയ്യാത്തതാവും. നെയിം ബോർഡിൽ ലൈറ്റ് ഉണ്ട്. ഇവിടെ ഉണ്ട്. അകത്തൊക്കെ മാസ് ലൈറ്റാണ് ഗൈസ്. അപ്പോൾ ജനലൊക്കെ തുറന്നിടാം. പോയാലോ ഗൈസ്. നമ്മൾ യാത്ര തുടരുകയാണ്. എനിക്ക് ഈ വ്യൂ ഇട്ട് ഓടിക്കാൻ ഇഷ്ടം. നമ്മളതിൽ മാപ്പൊക്കെ ഉണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പ് വഴിയാണ് പോണത് ഗൈസ്. നമ്മൾ ഒരിടത്ത് ഇടിക്കാതെ പോകുന്ന ചലഞ്ചുമായി നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. വന്നപ്പോൾ തന്നെ കുറേ ഇടിച്ച് ഗൈസ്. അത് മുടുക്ക് വഴിയായോണ്ടാണ് ഗൈസ്. പോകുന്നു. അറയ്ക്കൽ വണ്ടിയും എടുത്താണ് പോകുന്നത്. സെറ്റല്ലേ ഗൈസ്. സിഗ്നലിൽ ഇടുമ്പോൾ സെറ്റ് ലൈറ്റൊക്കെയാണ്. MVD കാണില്ല എന്നാണ്. അപ്പം നമ്മളിവിടെ 4 അടുത്ത വീഡിയോയിലൊക്കെ നമ്മൾ സ്റ്റോറി വീഡിയോ ആയിട്ടുള്ള ടിപ്സ് നിങ്ങൾ പറഞ്ഞു തന്നാൽ ഇതായിരിക്കും. റോങ് റൂട്ട് കയറി. ഇനി എന്ത് ചെയ്യും? അവിടെ ചെന്ന് വളയ്ക്കേണ്ടി വരും. ഇവിടെ നിന്ന് തന്നെ ഇട്ട് വളച്ചെടുക്കാൻ കഴിയും. പിറകെടുത്ത് വളയ്ക്കണം ഗൈസ്. നമ്മൾ പിറകെടുത്ത് വളച്ച് നമ്മൾ മുമ്പ് ഒരു വണ്ടി വന്നു. ഇത് പോകുന്നില്ല ഗൈസ്. അവിടെ എന്തോ ആക്സിഡന്റ് നടന്നു. നമ്മൾ പോകുന്നു ഗൈസ്. നമുക്കൊന്ന് വണ്ടി ഒന്ന് കഴുകിയിട്ട് പോകാം. വണ്ടി 99 പൈസ. പിന്നെ ഡ്രൈവറായ എനിക്ക് കഠിനമായ ചുമയും പനിയുമാണ് ഗൈസ്. ചില സ്പീഡൊക്കെ കുറച്ച് ഓടിക്കോളൂ. അവിടെ കുറേ ആംബുലൻസിനെയൊക്കെ നിരത്തിയിട്ട് ഇഷ്യൂ ആക്കി ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെ കുടുങ്ങി. പോയി. നമ്മൾ എങ്ങോട്ട് പോകേണ്ടത്? കൺഫ്യൂഷനായി. ബ്ലോക്കായി കിടക്കുന്നു. റോങ് റൂട്ട് പിടിച്ചു പോവാം. U-turn പൊസിഷൻ കാണുമല്ലോ. അവിടെ വെച്ച് നമുക്ക് നേരായ റൂട്ടിൽ കയറാം. റോങ് റൂട്ടിൽ ഇപ്പം മഴ വന്ന് നമ്മൾ വൈപ്പറിൻ്റെ അത് ഇടുകയാണ്. ഇവിടെ വെച്ച് നമുക്ക് കയറിപ്പോകാം. നമ്മൾ ഈ വളച്ചിൽ
പിറകെ മാത്രമേ ജസ്റ്റ് തട്ടിയുള്ളൂ. നമ്മൾ ഓരോരുത്തർ തട്ടാതെ പോകും. ഉണ്ടോ ഗൈസ്? പാട്ടൊന്നുമില്ല ഗൈസ്, നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പാടാം അല്ലേ ഗൈസ്? പാട്ടൊന്നും ഇല്ലാത്തതിൽ ആരും വിഷമിക്കില്ലേ. അപ്പം പാട്ടിന് ഞാൻ പാടിയാൽ മതിയോ? ഞാൻ പാടിയ ഓവർ ഹീറ്റ് ആയിപ്പോയി എൻ്റെ തൊണ്ട. പിന്നെ ഇപ്പോൾ നമ്മളെ വണ്ടി ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. ഇനി പറയുന്ന വലിയ ബസ്സുമായിട്ടൊക്കെ ആയിരിക്കും. ഈ വണ്ടി കൊള്ളാമെന്ന് തിരിച്ച് ഇപ്പം നമ്മൾ പോകുന്നു. സെറ്റ് വണ്ടിയെന്ന് ഇഷ്ടമുള്ളവർ ലൈക്ക് നമുക്ക് അകത്തുള്ള ലൈറ്റൊക്കെ നമ്മൾ കാണിച്ചു തരാം. കണ്ടാ ജനലിൽ കൂടി നോക്കിയാൽ മൊത്തം വൈറ്റ് എഡീഷൻ, ബ്ലാക്കിൽ വൈറ്റ് എഡീഷനാണ്. ഈ രാത്രി ആയ നല്ല മപ്പ് ലൈറ്റ് ആയിരിക്കും ഗൈസ്. പിന്നെ ഈ രാത്രിയാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ രാവിലെ തീരുള്ളൂ. ഇത് കുറേ ദൂരം പോകണം ഗൈസ്. മാറ് ഗൈസ്. ഇങ്ങനെ മാറണില്ല. നമ്മൾ ഇടത് സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്യും. അത് നിയമവിരുദ്ധമാണെങ്കിലും അങ്ങനെ ഇൻഡിക്കേറ്റർ പറ്റിക്കുന്നു ഗൈസ്. ഇത് 1 വേ ആണ് ഗൈസ്. 1 വേ 2 വേ അറിയില്ല ഗൈസ്. നമുക്കിവിടെ എന്തോ കാണിക്കുന്നു. പോണ്ട ഗൈസ്. നമ്മുടെ പെട്രോളൊക്കെ ഉണ്ട്. കഥവ് തുറന്നു കിടക്കുന്നു ഗൈസ്. അടച്ച് ഇവയിൽ നിന്നും മാറില്ല. മാറിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തേക്കൊന്ന് എത്തും. അപ്പം നമ്മൾ കയറി ഐസ് കത്തിച്ച് 2% കുറഞ്ഞിട്ടുള്ളൂ നമ്മളെ ഹെൽത്ത്. ഇത് 1 വേ. ഇതാണെന്ന് തോന്നുന്നു ഗൈസ്. ഇത് 2 വേ ആണ് ഗൈസ്. ശബ്ദം കൂട്ടാൻ ഗൈസ്. ഇവിടെ മൊത്തം കാക്കള് അടി കൂടുന്നു ഗൈസ്. നമ്മളെ ടൂറിലാണ്. നമ്മൾ നാളെ ചിങ്കുരു നാളെ വരും ഗൈസ്. ഇനിയുള്ള വീഡിയോ ചിങ്കുരുവിനെയും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നതായി. ചിങ്കുരുവാണ് സെറ്റ് ഗൈസ്. ചിങ്കുരുവിൻ്റെ സംസാരം കേൾക്കാൻ ഇഷ്ടമുള്ളവർ ലൈക്കൊക്കെ ചെയ്യുക. ചിങ്കുരുവെ നമ്മൾ ഇനിയുള്ള വീഡിയോ പണിയായിപ്പോയി. എന്നെ കണക്ക് പണിയായി ഗൈസ്. ഗൈസ് എന്താണ് ഒന്നായി എല്ലാ വണ്ടിയും. ഓവർടേക്കാൻ പറ്റും. ഗൈസ് എത്തിച്ചുകൊണ്ട് നമ്മൾ കയറുന്നു.
അപ്പോൾ പ്രശ്നമായി ഗൈസ്. അവിടത്തേക്ക് നമ്മൾ കണ്ടില്ല. ഇപ്പം വന്നിട്ട് ചിലപ്പോൾ നമ്മൾ ഇടിക്കാതെ പോകുന്നു ഗൈസ്. നമ്മൾ ആൾക്കാരൊക്കെ നല്ല വൈബിലാണ് ഗൈസ് ഉള്ളത്. ഇങ്ങനൊക്കെ ഓടിക്കാന്ന് വെച്ചാൽ ലൈറ്റൊക്കെ അറിഞ്ഞിട്ടും കാണാം. ഇങ്ങനെയൊക്കെ ഓടിക്കാൻ ഇഷ്ടമല്ല. പക്ഷേ നമുക്ക് ഈ വണ്ടീൻ്റെ ഇത് മൊത്തം വൈറ്റ് പെയിൻറ്റ് അടിച്ചുള്ള വണ്ടിയായിരുന്നു. പിന്നെ ഞാൻ പെയിൻറ്റ് അടിച്ചെടുത്തേന് ഗൈസ്. പിന്നെ നമ്മൾ അറക്കിലത് മണി പേനും കൊടുത്ത് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മളെ വണ്ടി. ഇപ്പം എന്തൊരു നമ്മളെ വണ്ടി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഗൈസ് നമ്മളത് സ്റ്റോപ്പാക്കി. ഇതാണ് നമ്മളെ വണ്ടി. സെറ്റല്ലേ? മൊത്തം ലൈറ്റ് ഫുൾ ഓണിലാണ്. അകത്തൊക്കെ മൊത്തം DJ സെറ്റപ്പാണ്. ഇതിൽ ആൾക്കാരൊന്നും കാണാൻ പറ്റില്ല. ഗൈസ് ഒന്നും ഇതില്ല. നെയിം പോലെ ലൈറ്റ് പിങ്കും റെഡും ആണ്. നമുക്ക് യാത്ര പോകാൻ മറ്റുള്ള വണ്ടികളെ ബുദ്ധിമുട്ടിക്കണ്ട. നമ്മൾ പുതിയ സ്ഥലത്തെത്തി ഗൈസ്. സമുദ്രത്തിലേക്കല്ലേ ഓടിക്കണം. മറ്റേതിപ്പോൾ ഓടിക്കണമെങ്കിൽ ഓടിക്കാം. ഇങ്ങനെ ഇട്ട് ഓടിച്ചാൽ മതി. ഇനി മൊത്തം വളവായിരിക്കും. ഈ വ്യൂവിലാണ് നമുക്ക് വളവൊക്കെ സെറ്റ് ഗൈസ്. എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. തൊണ്ണൂറ്റെട്ട് ഹെൽത്തിലാണ് നമ്മൾ പോകുന്നത്. അവർ 2% ഹെൽത്താണ് ഗൈസ്. ഇവിടെ കുണ്ടുകുഴി എല്ലാം ഉണ്ട്. നമ്മൾ മാനേജ് ചെയ്തൊക്കെ പോകുന്നു ഗൈസ്. എന്താ പറ്റിയേ? നമ്മളെ ഡ്രൈവർ രഘു അണ്ണനാണ് നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുന്നത്. രഘു അല്ല ഗൈസ്, ഞാനാണത്. രഘു ഇങ്ങനെയാണ് നമ്മൾ കാണിക്കുന്നത്. പക്ഷെ എന്തൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ഞാനല്ല, രഘു അണ്ണനാണ് നമ്മളെ വണ്ടി ഓടിക്കുന്നത്. ചുമ്മാ അല്ല ഗൈസ്. ഇടിക്കാതെയും ഒന്നും മുട്ടാതെയും തട്ടാതെയും പോകുന്നത്. ഞാനായിരുന്നെങ്കിൽ എപ്പം വണ്ടി കട്ടപ്പുറത്തിരുന്നെന്ന് ആലോചിച്ചാൽ മതി ഗൈസ്. രഘു അണ്ണ ഹെഡ്സെറ്റൊക്കെ വച്ചിരിക്കുന്നു ഗൈസ്. ഹെഡ്സെറ്റ് വച്ചിരിക്കുന്നതല്ല, അങ്ങനെ കുറെ തോർത്തും വായി തലയിൽ കൂടി ഇട്ടിക്കുന്നുണ്ട്. അങ്ങനെ കണ്ട ഗൈസ്, തോർത്തും വഴി തലയിൽ കൂടി ഇട്ടിക്കുന്നു. അങ്ങനെ ചെവി കേട്ടൂടെ ഗൈസ്. ചെവിക്കകത്ത് കൂടി മൊത്തം തോർത്താണ്. നമ്മൾ രഘു അണ്ണനാ നമ്മൾ ഡ്രൈവർ. രഘു അണ്ണ മാസ്. ഞാൻ പിറകിലാണ് ഗൈസ്. ഇപ്പൊ രഘു അണ്ണന് വയ്യെന്ന് പറഞ്ഞു. രഘു അണ്ണൻ എന്തോ പറയുന്നു. രഘു അണ്ണൻ എന്തോ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഗൈസ് നമ്മൾ രഘു അണ്ണനെ വീട്ടിലാക്കി. അപ്പൊ നമ്മളാണ് രഘു അണ്ണൻ വേഷത്തിലിരിക്കുന്നത്. നമ്മൾ രഘു അണ്ണനെ വീട്ടിലാക്കി. നമ്മള് രഘു അണ്ണന്റെ വീട്ടിൽ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പോകുന്നു ഗൈസ്. നമ്മൾ വണ്ടി എടുത്ത് തന്നെ 95 മിനിറ്റായി. ഇനി അങ്ങോട്ട് എന്താവുമെന്ന് അറിയില്ല ഗൈസ്. റിവേഴ്സ് ഫസ്റ്റ് അടിക്കുന്നതിന് വരെ റിവേഴ്സൊക്കെ എടുത്തുകൊണ്ടാണ് ഞാൻ പോകുന്നത് ഗൈസ്. നമ്മൾ കില്ലാട് ഡ്രൈവറാണ്. നമ്മളെ പേടിക്കേണ്ട ആവശ്യമില്ല ഗൈസ്. ജസ്റ്റ് മിസ്. നമ്മൾ ഓടിക്കണ ഈ ആൾക്കാർക്ക് ഇറങ്ങി ഓടിയെന്നാണ് ഗൈസ് തോന്നുന്നത്. ഞാൻ ഓടിക്കുന്നുണ്ട്. ഒരു പറപ്പിക്കും ഗൈസ്. നമ്മളേത് വണ്ടി കിട്ടിയ പിന്നെ
തറയിലൊന്നും എല്ലാം നിൽക്കുന്ന എയറിലാണ് ഗൈസ്. നമ്മൾ പോകുന്നു പറഞ്ഞില്ലേ ഗൈസ്, നമ്മളൊരു വണ്ടിയിട്ട് നമ്മൾ പറപ്പിക്കും. പക്ഷെ നമുക്കൊരു വളവുണ്ട്. ഇവ മറ്റവിടെ നിന്ന് പാല് വന്ന് നമ്മളെ വണ്ടിയിലേയും കൂടി ഇടിച്ചിട്ട് നമ്മളെ രഘുവണ്ണന് വയ്യാതായി. അതുകൊണ്ടാണ് പോണ. ഞാനാണ് ഓടിക്കണ. നമ്മളെ കുഞ്ചു ഇത്രയെന്ന് എൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. ഞാൻ പറഞ്ഞ അങ്ങേര് വരുന്നതായിരിക്കും. ഓരോ സമയത്ത് ഓരോ പേരിട്ടാണ് ഗൈസ് ഞാൻ അവനെ വിളിക്കുന്നത്. നമ്മളിപ്പോൾ കില്ലാടി ഡ്രൈവറാണ് ഗൈസ്. അപ്പത്തെ സിഗ്നലായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഗൈസ്. കണ്ട ഇപ്പൊ 92% കിടില്ല. ഇവിടെ പണി സൈറ്റൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ കയറി ചായ കുടിക്കുക ഫ്രീ ആയിട്ട്. ചായ കുടിക്കണ്ട, നമ്മളെ ടൂറിനാണ് ഗൈസ് പോകുന്നത്. നമ്മൾ പിള്ളേരൊക്കെ ഫുൾ ഓണാണ് നമ്മളെ വണ്ടിയിൽ. നമ്മളെ പിള്ളേർ മൊത്തം ഫുൾ ഓണാണ് ഗൈസ്. ഇങ്ങനെയൊക്കെ ഓടിക്കാൻ നമ്മൾ ആരോഗ്യത്തിലാണ്. ഇങ്ങനെയൊക്കെ ഓടിച്ചാൽ നമുക്ക് മതി ഗൈസ്. നമ്മൾ ടൂർ കഴിയാറായി ഗൈസ് തോന്നുന്നു. ഒരു ലോങ് ട്രിപ്പാണ് ഗൈസ് ഇത്. ആംബുലൻസ് എന്താ കാണിക്കണേ? ഒരു മുടുക്ക് വഴിയാണ് ഗൈസ് നമ്മളെ എടുത്തിരിക്കുന്നത്. നമ്മളെ പിള്ളേർ നമ്മളെ സൊസൈറ്റിയിലുള്ള പിള്ളേരൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ അറക്കൽ വണ്ടിയും നമ്മൾ ഈ മുടുക്ക വഴിയും കൂടി എടുത്തത്. നമ്മൾ വലിയ വലിയ ബസ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യായിരുന്നു ഗൈസ്? നമ്മളിപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? ഈ വളവൊക്കെ നമ്മൾ എന്തിന് തകൃത ഒന്നും പറഞ്ഞിരുന്നേ ഗൈസ്. ഈ ഇടത്തോട്ടൊന്നും വളയണ്ട. ആംബുലൻസുകാരൻ വലത്തോട്ട് പോയി. നമുക്ക് ഇടത്തോട്ട് വളയാനുള്ള സമയം നമ്മൾ വലത്തോട്ട് പോയാൽ പറ്റുമോ ഗൈസ്? പായുകയാണ് ഗൈസ്. നമ്മൾ സ്പീഡ് ഇതിപ്പോൾ 1 വേ ആണ് ഗൈസ്. അപ്പുറത്തും ഇപ്പുറത്തൊന്നും വണ്ടി വരുന്നുണ്ട്. ഓവർടേക്ക് ചെയ്യാം ഗൈസ്. വണ്ടി ഇടിച്ച് ഗൈസ്. പിന്നെ പാലമാണ്. പാലം കയറി വന്നത് ഇത്തിരി സ്പീഡ് കൂടിപ്പോയി ഗൈസ്. അതാണ് നമ്മൾ പൊങ്ങി ചാടാൻ പോയത്. നമ്മൾ ഈ ടൂർ ലെങ്ത് കൂടുന്നുണ്ട്. അപ്പം നമ്മൾ ഈ വാഴത്തോപ്പിലൊക്കെ കയറിപ്പോയി. നമ്മൾ വാഴത്തോപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു ഗൈസ്. ഇപ്പോൾ വേറെ ഏതോ വാഴ വരുന്നു ഗൈസ്. മുമ്പിൽ നമ്മളടുത്ത മാപ്പ് ഗൈസ്. ആരും രണ്ടത് പറഞ്ഞില്ല കല്യാണ സെൽസിലോട്ടാണ് പോകുന്നതെന്ന്. നമുക്കൊരു തുണി പോലും വാങ്ങിയില്ല ഗൈസ്. അവർ രാവിലെ എണീച്ച്
പോയിട്ടൊക്കെ നമ്മളെയൊക്കെ വിളിച്ച് എൻ്റെ ചെറുക്കന്മാരെ ഒന്നും വിളിച്ചില്ല. അപ്പോൾ നമ്മൾ ടൂർ അവസാനിച്ചു. രാത്രി അല്ലാത്തതുകൊണ്ട് നമുക്ക് ലൈറ്റൊന്നും കാണിക്കാൻ പറ്റില്ല. അവിടെ നല്ല നമുക്കൊരു ഡ്രിഫ്റ്റൊക്കെ അടിച്ചിട്ട് വരാൻ കഴിച്ചു. നമ്മളെ കുട്ടികളൊക്കെ സെറ്റിലാണ് ഗൈസ്. നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തു. ഇപ്പം അവരൊക്കെ പറയാം മഴയത്തിറങ്ങി കളിക്കണമെന്നൊക്കെയാണ്. മഴയത്ത് ഇറക്കി വിട്ടാലോ കഴിക്കുന്നവരെ അമ്മമാർ എന്നെ ബെസ്റ്റ് കഴിച്ചു മയത്തിൻ്റെ ഇടയെ കൊണ്ട് കേട്ടുകൊണ്ട് ഫസ്റ്റത്തെ നമ്മൾ അമ്മമാരെ ആഗ്രഹപ്പെടുന്നു. നമ്മളവിടെ കൊണ്ട് നിർത്താൻ പോകുന്നു. അമ്മമാരെ ആഗ്രഹപ്രകാരം അവിടെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. കണ്ട കരഞ്ഞു വിളിച്ച കൊച്ചുങ്ങളൊക്കെ എടുത്തോണ്ടാണ് ഗൈസ് പോകുന്നത്. അടുത്ത വീഡിയോ വരെ നമ്മളെ വണ്ടിയുടെ മോന്തൊക്കെ ചളങ്ങി. അടുത്ത വീഡിയോ വരെ നിങ്ങൾ കാത്തിരിക്കുക ക്ഷമാപൂർവ്വം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.